ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന ആൻസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സ്ഥിരം വ്യൂവർ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു പുതിയ സ്റ്റോറി ആയിട്ടാണേ. അപ്പോൾ കേട്ട് നോക്കാം. അനുഭവങ്ങൾ എല്ലാവർക്കും പല മാറ്റങ്ങളും ഉണ്ടാക്കും. അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അച്ഛൻ്റെ മരണത്തിന് ശേഷം ഞങ്ങളുടെ വീട് ഒരു വല്ലാത്ത അവസ്ഥയായി. ആർക്കും ഉന്മേഷമില്ല, ഉത്സാഹമില്ല. അങ്ങനെ ഒരു മൂകത നിറഞ്ഞ അന്തരീക്ഷം. അങ്ങനെ ഇരിക്കെ വീട്ടിലൊരു കോള് വന്നു. അത് റീനാൻഡി ആയിരുന്നു, അച്ഛൻ്റെ പെങ്ങൾ. മരണം കഴിഞ്ഞു പോയതാ. ഇപ്പോൾ ഒരാഴ്ച നിൽക്കാൻ വരും, നാളെ എത്തുമെന്ന് പറഞ്ഞു. ആൻറ്റി എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ ജോലിക്കാരിയാണ്. അവിടെ വർക്ക് കുറവായതുകൊണ്ട് 2 ആഴ്ച ഓഫീസ് മുടക്കമാണ്. ആൻറ്റിക്ക് ഇരുനിറമാണെങ്കിലും കാണാൻ നല്ല രസമാണ്. ആൻറ്റി 3 കൊല്ലം മുന്നേ വിവാഹബന്ധം വേർപ്പെടുത്തി. മക്കളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളെ വലിയ കാര്യമാണ്. ഞാൻ കിച്ചു. എനിക്ക് 2 പെങ്ങന്മാരുണ്ട്, റിനിയും ജിനിയും. അമ്മ ഹൗസ് വൈഫാണ്. കാണാനും തരക്കേടില്ല. മൊത്തത്തിൽ എൻ്റെ വീട്ടിലെ 3 പെണ്ണുങ്ങളും കാണാൻ നല്ല മൊഞ്ചാണ്. അനൂസിത്താരയ്ക്ക് കുറച്ച് നിറം കുറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ആൻറ്റി, ഒരു അസൽ നാടൻ തേൻചരക്ക്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആൻറ്റിയുടെ കാറ് മുറ്റത്ത് വന്ന് നിന്ന സൗണ്ട് കേട്ടാണ് ഞാൻ ഉണർന്നത്. ഒരു 7 മണിയായി കാണും. ഞാൻ വേഗം ഇറങ്ങിച്ചെന്നു. ഒരു ട്രാൻസ്പെറൻറ്റ് സാരിയാണ് ആൻറ്റിയുടെ വേഷം. അതിൽ പൂക്കളും മറ്റുമൊക്കെ നല്ലോണം കാണാം. ഞാൻ കണ്ട് അന്താളിച്ചു പോയി. എന്നെ കണ്ട ഉടനെ ആൻറ്റി വന്ന് കെട്ടിപ്പിടിച്ചു. ആൻറ്റിയുടെ നെഞ്ച് എൻ്റെ മുഖത്ത് ശരിക്കും അമർത്തിയാണ് പിടിച്ചത്. ആൻറ്റി പണ്ടേ ഞങ്ങളെ ആദ്യം കാണുമ്പോൾ കെട്ടിപ്പിടിക്കും. ആദ്യമൊക്കെ ഒരു ആൻറ്റിയുടെ അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം പോലെയാണ് കാണാറ്. പക്ഷേ ഇപ്പോൾ എനിക്ക് വേറെ മൂഡായി. കാരണം ഞാൻ വലിയ കുട്ടിയായില്ലേ. അതുമാത്രമല്ല, ആൻറ്റിയുടെ വിയർപ്പിൻ്റെ ഗന്ധം എന്നെ കൂടുതൽ ഉന്മേഷവാനാക്കി. മൂഡായി നിന്ന് എനിക്ക് അത് ആൻറ്റിക്ക് മനസ്സിലായ പോലെ ഒരു കാര്യം അപ്പോൾ അവിടെ നടന്നു. അപ്പോൾ ആൻറ്റി പിടുത്തം വിട്ട് എന്നെ അടുമുടി ഒന്ന് നോക്കി. നീ അങ്ങ് വലിയ ചെക്കനായല്ലോടാ. ഞാനൊന്ന് ചമ്മി. ആൻറ്റി എന്താ ഇത്ര നേരത്തെ വന്നത്? അവിടെ ട്രാഫിക് ബ്ലോക്ക് കൂടുതലാണ്, അതാ നേരത്തെ പോന്നെ. അപ്പോഴേക്കും അമ്മയും പെങ്ങന്മാരും എത്തി. അമ്മ ചോദിച്ചു, അവിടെ താമസമൊക്കെ എങ്ങനെയുണ്ട്? ഹോസ്റ്റലല്ലേ? ഫ്രണ്ട്സൊക്കെ ആയോ? ആ, റൂമിൽ ഞങ്ങൾ 4 പേരുണ്ട്. പഠിക്കുന്ന കുട്ടികളാ ബാക്കി 3. ചേച്ചി ഇടപെട്ട് ചോദിച്ചു, ഫ്രണ്ട്സ് ആയോ എല്ലാവരോടും? പിന്നെ, ഞങ്ങളിപ്പോൾ നല്ല അടിച്ചുപൊളിയാ. അമ്മ ഒന്ന് അളമർത്തി മൂളി. ആൻറ്റി ഒന്ന് കണ്ണടച്ച് കാണിച്ചു. അവിടെ പുറത്ത് നിർത്തി സംസാരിക്കാതെ അകത്തേക്ക് കയറ്റി സംസാരിക്കാം മക്കളെ. അങ്ങനെ എല്ലാവരും അകത്ത് കയറി. ആൻറ്റിയുടെ 2 പെട്ടികൾ ഞാൻ ഉള്ളിൽ കയറ്റി വെച്ചു. പിറകിലൂടെ നടക്കുമ്പോൾ ആ നടത്തത്തിൻ്റെ ഇളക്കം ആസ്വദിച്ച് നടന്നു. പിന്നെ എല്ലാവരും കൂടി കുറേ സൊറ പറഞ്ഞ് നേരം പോയി. ഡിന്നറായി, എല്ലാവരും വാ, അമ്മ പറഞ്ഞു. ഞാനൊന്ന് ഫ്രഷായി വരാവേ എന്ന് പറഞ്ഞ് ആൻറ്റി അമ്മയുടെ റൂമിൽ പോയി. കുറച്ച് കഴിഞ്ഞ് ആൻറ്റി വന്നു. സോഫ്റ്റായ ഒരു സ്ലീവ്ലെസ് നൈറ്റിയാണ് ആൻറ്റി ഇട്ടിരുന്നത്. അവരുടെ എല്ലാ മുഴുപ്പും ആ ഡ്രസ്സിൽ തെളിഞ്ഞ് കാണാം. ഇത് കണ്ട് ഞാൻ പരിസരം മറന്ന് നോക്കി നിന്നു. എന്താ മോനു എന്നെ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായി കാണുന്ന പോലെ. ഞാൻ ആകെ എളിഭ്യനായിപ്പോയി. അമ്മ ചോദിച്ചു, എന്താടി ഇതിടുന്നതും ഇടാത്തതും കണക്കാണല്ലോ. അമ്മയും ആൻറ്റിയും ഒരേ പ്രായമാണ്. ഇപ്പം ഇതൊക്കെയാ ഫാഷൻ. പിന്നെ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ആരെങ്കിലും കണ്ടാൽ നാണക്കേടല്ലേ? കാണുന്നവർ കാണട്ടടി. ആണുങ്ങൾക്ക് ഇതൊക്കെയല്ലേ ഇപ്പോൾ ഇഷ്ടം, അല്ലേടാ മോനു? ആ, അതെ അതെ. ആ, ഈയടാ അവൻ പറഞ്ഞേ കേട്ടില്ലേ എന്ന് പറഞ്ഞ് അമ്മ എൻ്റെ ചെവിയിൽ പതിയെ നുള്ളി. ആൻറ്റി പറഞ്ഞു, നീ അവനെ ഉപദ്രവിക്കൊന്നും വേണ്ട. നിനക്ക് വേണമെങ്കിൽ നാളെ പോയി വാങ്ങാം. എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണം ആൻറ്റി, ചേച്ചി പറഞ്ഞു. എനിക്കും വേണം, അനിയത്തിയും പറഞ്ഞു. എന്നാൽ നാളെ പോയി വാങ്ങിക്കാം.
ഞാൻ മോനുവിനെ കൊണ്ടുപോയി വാങ്ങിക്കാം. എല്ലാവരെയും കൊണ്ടുപോകുന്ന കാര്യം നടക്കില്ല. ചേച്ചി പറഞ്ഞു, എനിക്കും ജിനിക്കും ഇന്നർ വാങ്ങണം ആൻറ്റി. അതിനെന്താ, വാങ്ങാമല്ലോ, എല്ലാവർക്കും വാങ്ങാം. സൈസൊക്കെ എങ്ങനാ? അനിയത്തി, നോക്കണം, കുറച്ച് നാൾ വീട്ടിലിരുന്ന് വണ്ണം വെച്ചു. ആണോ? എന്നാൽ നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് അളവെടുക്കാം. എനിക്ക് ഭയങ്കര വിശപ്പ്. ശരി, ഞങ്ങൾ പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ചേച്ചിയും അവളും പോയി. ആൻറ്റി ഇച്ചിരി കാശുള്ള ആളാണ്. ഇവിടെ വരുമ്പോഴെല്ലാം ഡ്രസ്സ്, ഫുഡ് അങ്ങനെ തുടങ്ങി ആൻറ്റി പോകുന്നവരെ ഞങ്ങൾ 3 പേർക്കും, അമ്മയ്ക്കും അച്ഛനും ഫുൾ പർച്ചേസിങ്ങും കറക്കവും എല്ലാം ആൻറ്റിയുടെ ചിലവാ. അമ്മയും ആൻറ്റിയും കുറച്ചു നേരം കുശുമ്പ് വർത്താനം പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞ് അമ്മ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കഴിക്കാനായി ടേബിളിലിരുന്നു. അപ്പോഴേക്കും കുളി കഴിഞ്ഞവരെത്തിയിരുന്നു. ഫുഡ് കഴിക്കുന്നതിനിടയിൽ മേശയുടെ കീഴിൽ എൻ്റെ കാലെന്തിലോ കൊണ്ടു. ഞാൻ പെട്ടെന്ന് താഴെ നോക്കി, ഒന്നും കണ്ടില്ല. എന്നിട്ട് മേശയുടെ അടിയിൽ കുനിഞ്ഞു നോക്കി. ഒരു പാത്രം വീണതാണ്. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ആൻറ്റിയുടെ കൈ അമ്മയുടെ നൈറ്റിക്ക് മേലെ തുടയിലാണ്. പതുക്കെ അമർത്തുന്നുമുണ്ട്. ഞാൻ കാര്യമാക്കിയില്ല. ഞാൻ താഴെ നോക്കുന്നത് അറിഞ്ഞിട്ടാവണം ആൻറ്റി കൈയെടുത്തത്. ഞാൻ നേരെ ഇരുന്നു. അപ്പോൾ ആൻറ്റിയുടെയും അമ്മയുടെയും മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. കഴിക്കുന്നതിനിടയിൽ അമ്മ ആൻറ്റിയെ കൈമുട്ടുകൊണ്ട് തട്ടലും അമ്മ ചിലപ്പോൾ ഞെട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എല്ലാവരും ഫുഡ് കഴിച്ച് ഹാളിൽ TV കണ്ടിരിക്കുമ്പോൾ ആൻറ്റി ടേപ്പ് കൊണ്ടുവന്ന് പറഞ്ഞു, വാ അളവെടുക്കാം, ഇപ്പം എല്ലാവരും ഫ്രീ അല്ലേ, നാളെ കാലത്ത് തന്നെ പോവാം. ആദ്യം എൻ്റെ അനിയത്തി പറഞ്ഞു. അവൾ ഒരു ലെഗിൻസും അരവലയുള്ള ഒരു ബനിയനുമാണ് ഇട്ടിരുന്നത്. ഓക്കെ, എണീറ്റ് നിന്ന് കൈ രണ്ടും പൊക്കിക്കോ. ആൻറ്റി ടേപ്പ് പിടിച്ച് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, വെറുതെ ഇരിക്കാതെ എന്നെ ഒന്ന് സഹായിക്കടാ. ഞാൻ ചെന്നു. നീ ഇത് ബാക്കിൽ പിടിച്ചിട്ട് അളവ് എത്രയാന്ന് പറ. എൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. ആദ്യം അനിയത്തിയുടെ സൈസ് എടുത്തു. ആൻറ്റി അവളോട് പറഞ്ഞു, ഇതൊക്കെ അങ്ങ് വലുതായല്ലോടി. ഷോ, ഒന്ന് പോ ആൻറ്റി, കളിയാക്കാതെ. ആൻറ്റി ഒന്നുകൂടി അളവെടുത്തു. ആൻറ്റി, എനിക്ക് ഇക്കിളിയാവുന്നു. ഒന്നടങ്ങിയിരി പെണ്ണേ, ഇക്കിളിയൊക്കെ കുറച്ചുകൂടി നാൾ കഴിഞ്ഞാൽ മാറിക്കൊള്ളും കേട്ടോ. പിന്നീട് ചേച്ചി വന്നു. ചേച്ചിയും അനിയത്തിയുടെ പോലെ അതേ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരുന്നത്. ആൻറ്റി ടേപ്പ് പിടിച്ച് എന്നോട് അളവ് നോക്കാൻ പറഞ്ഞു. ഞാൻ അളവെടുത്ത് പറഞ്ഞു, 2 പേരുടെ ഒരേ സൈസാണല്ലോ. അമ്മ പറഞ്ഞു, ആ അത് നോക്കണ്ട, സൈസ് കൂടുതലുള്ള വേണം റിനിക്ക്. അളവെടുക്കുമ്പോൾ ഞാൻ ശരിക്കും ആസ്വദിച്ചു. ആൻറ്റി അമ്മയോട് വരാൻ പറഞ്ഞു. വേണ്ടടി, എനിക്ക് അളവറിയാം. അന്ന് പെണ്ണുങ്ങളെല്ലാം ഒരു റൂമിലാണ് കിടന്നത്. ഞാൻ ഒറ്റയ്ക്കും. നല്ലൊരു തുണ്ടുകഥ വായിച്ച് നല്ലൊരു സംതൃപ്തിക്ക് ശേഷം ഞാൻ കിടന്നുറങ്ങി. പിറ്റേന്ന് ഞാനും ആൻറ്റിയും കൂടി ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ കാറിൽ ഷോപ്പിങ്ങിന് പോയി. ആൻറ്റി ടീഷർട്ടും ജീൻസുമാണ് ഇട്ടിരുന്നത്. കണ്ടിട്ട് എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നി. ഞാനാണ് കാർ ഡ്രൈവ് ചെയ്തത്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഓരോന്നും പറഞ്ഞിരുന്നു. എടാ, നിനക്ക് വല്ല ഗേൾ ഫ്രണ്ടും ഉണ്ടോ? അങ്ങനെ എടുത്തു പറയാനുള്ള ഗേൾ ഫ്രണ്ട് ഇല്ല, എന്നാലും ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ലവറൊന്നുമില്ലേ? ഓ, നമ്മളെയൊക്കെ ആര് നോക്കാനാ? നീ നല്ല ഹാൻഡ്സം ആണല്ലോ, പിന്നെന്നാ, എല്ലാ പെൺപിള്ളേരും നോക്കും. ഇല്ലെന്നേ, വേണമെങ്കിൽ ആൻറ്റി നോക്കിക്കോ. നമുക്കൊക്കെ വയസ്സായില്ലേടാ, ആരും മൈൻഡ് ചെയ്യാനാ? ഏയ്, ആൻറ്റി ഇപ്പോഴും അടിപൊളിയാ. നമ്മളെ ഇപ്പോൾ ആര് കണ്ടാലും എൻ്റെ ചേച്ചിയാണെന്നേ പറയൂ. ആൻറ്റി വേണമെങ്കിൽ എന്നെ ലവറായി കണ്ടോ. അയ്യടാ, അവൻ്റെ ഒരു പൂതി. ഞങ്ങൾ ഒരുമിച്ച് ചിരിച്ചു. അങ്ങനെ ഷോപ്പിലെത്തി. ആൻറ്റി പറഞ്ഞു, ആദ്യം അവളുമാർക്ക് വാങ്ങാം. ശരി, ആൻറ്റി എടുക്കുന്നില്ലേ? ഇല്ലടാ, എൻ്റെ കയ്യിൽ ഉപയോഗിക്കാത്ത ഒരുപാടുണ്ട്. ആദ്യം അണ്ടർ ഗാർമെൻറ്റ് സെക്ഷനിൽ പോയി ഇന്നർവെയർ സെലക്ട് ചെയ്തു. ഓരോന്നെടുത്ത് ആൻറ്റി എനിക്ക് കാണിച്ചു തരും. ഞാൻ സെലക്ട് ചെയ്യും. പിന്നീട് നൈറ്റ് വെയർ, അത് ആൻറ്റി 3 പേർക്കും എടുത്തു. ഞാനാണ് സെലക്ട് ചെയ്തത്. അതിനിടയിൽ ഒരു സെയിൽസ് ഗേൾ ചോദിച്ചു, അത് മോൻ്റെ ചേച്ചിയാണോ?
അല്ല, ഗേൾഫ്രണ്ടാ. ആൻറ്റി അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ഡ്രസ്സെല്ലാം വാങ്ങി ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി ആൻറ്റി ബെവ്കോയിൽ നിന്നും 2 ഫുൾ ബോട്ടിൽ ബക്കാഡി വാങ്ങാൻ പറഞ്ഞു. ഞാൻ അതും 3 ബിയറും വാങ്ങി. 5 മണിക്ക് ഞങ്ങൾ വീട്ടിലെത്തി. ചായ കുടി കഴിഞ്ഞ് കുറേ നേരം സൊറ പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞ് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൻറ്റി പറഞ്ഞു, നമുക്ക് ഡ്രസ്സൊക്കെ നോക്കാം. ആ, അത് കണ്ടില്ലല്ലോ എന്ന് അമ്മയും പറഞ്ഞു. മോനു, ആ ബക്കാഡി ഒരു ബോട്ടിലെടുത്തോ. എടി, നീ ഇപ്പോൾ കഴിക്കാറില്ലേ എന്ന് അമ്മയോട് ചോദിച്ചു. ഇല്ലടി, ഇന്ന് കഴിക്കാം, നീ വന്നതല്ലേ. മോനു എടുത്തിട്ട് വാ. ശരി ഡാർലിംഗ്, ഞാൻ പറഞ്ഞു. ഞാൻ പോയി ഗ്ലാസും ഐസും കുറച്ച് മിച്ചറും എടുത്തു വന്നു. അപ്പോഴേക്കും ആൻറ്റി ഡ്രസ്സ് കവർ പൊട്ടിച്ചു. ഞാൻ എല്ലാവർക്കും ഓരോ പെഗ് ഒഴിച്ചു. അനിയത്തിക്ക് ബിയർ ഒഴിച്ചു കൊടുത്തു. എല്ലാവരുടെയും ഒരു റൗണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ ഒഴിച്ചു വെച്ചു. ആദ്യം ചേച്ചിയുടെ ഇന്നർ. ചേച്ചി ഓരോന്നും ടീഷർട്ടിന് മുകളിലൂടെ ഇട്ട് നോക്കി. ചേച്ചിയുടെ മുഴുപ്പ് കണ്ട് എൻ്റെ കൺട്രോൾ പോയി. വേറെ ഒരെണ്ണം എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആൻറ്റി ഇതെന്താ, ഫുൾ നെറ്റാണല്ലോ, ഫുള്ള് പുറത്ത് കാണാം. എന്നോടൊന്നും പറയണ്ടേ, മോനുമല്ല സെലക്ട് ചെയ്തത്. പിന്നെ ഉള്ളിലിടുന്നതല്ലേ, നൂലായാലും ആരും കാണില്ലല്ലോ. എനിക്കിഷ്ടമായി എന്നാ ഉദ്ദേശിച്ച ആൻറ്റി. അല്ല, ഇനി നൂല് പോലുള്ളതും വാങ്ങിയോ? എല്ലാവരും ചിരിച്ചു. അതിനിടയിൽ രണ്ടാമത്തെ റൗണ്ട് മദ്യം കഴിഞ്ഞിരുന്നു. ആ എടി, നൈറ്റ് ഡ്രസ്സ് ഉണ്ട്, നോക്ക്. ചേച്ചി അതിൽ നിന്നും നൈറ്റ് ഡ്രസ്സ് എടുത്ത് നിവർത്തി നോക്കി. ഞാൻ പറഞ്ഞു, ചേച്ചി ഇതൊന്ന് ഇട്ട് നോക്കിയേ, കാണട്ടെ. ഇതുമാത്രം കണ്ടാൽ മതിയോടാ നിനക്ക്, അതോ മുമ്പിട്ട എല്ലാം ഇട്ട് കാണണോ? ആൻറ്റി ചോദിച്ചു. ഇപ്പോൾ വേണ്ട, സമയമില്ല, പിന്നെ മതി. ഞാൻ ചിരിച്ചു, ചേച്ചിയും ചിരിച്ചു. അമ്മ പറഞ്ഞു, അയ്യടാ അവൻ്റെ ഒരു പൂതി. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ചേച്ചി റൂമിൽ പോയി ഇട്ട് വന്നു. സൂപ്പർ ലുക്കായിരുന്നു. നീല നിറത്തിൽ ഷിമ്മി പോലെ ഉള്ളിലിടുന്ന ഒന്ന്, ഫുൾ നെറ്റ്, മുട്ടു മൂടുന്നത് വരെ ഇറക്കം. പിന്നെ അതിന് മുകളിൽ അതേ നിറത്തിലൊരു ഗൗൺ തുട പകുതി വരെ മൂടും. സ്ലീവ്ലെസ് ആണ് രണ്ടും. ഗൗണിൽ കഴുത്ത് വരെ ബട്ടൺ ഉണ്ടെങ്കിലും അതിടാതെയാണ് ചേച്ചി വന്നത്. എൻ്റെ ആർത്തിയോടുള്ള നോട്ടം കണ്ടിട്ട് അമ്മ പറഞ്ഞു, മതി മതി, ഇനി മാറ്റിക്കോ, റൂമിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ പലർക്കും പണിയാകും. അമ്മ അത് എന്നെ നോക്കിയാണ് പറഞ്ഞത്. ഡാ, നോക്കിയിരിക്കാതെ ഒന്നുകൂടി ഒഴിക്കടാ. ഞാൻ ഗ്ലാസ്സിൽ വീണ്ടും ഒഴിച്ചു. എല്ലാവരും കഴിച്ചു. അടുത്തത് അനിയത്തിയുടെയാണ് എടുത്തത്. അവൾക്ക് പിങ്കും മഞ്ഞയും നിറമുള്ള 2 ലിങ്കറി സെറ്റ്, പിന്നെ വേറെ 2 ഷോർട്ട്സും. അവളും ടീഷർട്ടിന് മുകളിലൂടെ അതിട്ട് നോക്കി. അപ്പോഴാണ് അവളങ്ങ് വളർന്നത് ഞാൻ അറിഞ്ഞത്. നിനക്ക് നൈറ്റ് വെയർ എടുത്തിട്ടുണ്ട്, നോക്ക്, ആൻറ്റി പറഞ്ഞു. എവിടെ, നോക്കട്ടെ. അവളതെടുത്ത് നോക്കി. തുട പകുതി വരെയുള്ള അയഞ്ഞ ഷോർട്ട്സും കൈയില്ലാത്ത ചെറിയ ടോപ്പും. അടിപൊളി, എനിക്ക് വളരെ ഇഷ്ടമായി. താങ്ക് യു ചേട്ടാ. ഓക്കെ മോളെ, ഇനി ഇതൊന്ന് ഇട്ടിട്ട് വന്നേ, കാണട്ടെ. അവൾ പോയി ഇട്ടിട്ട് വന്നു. അവളുടെ ആലിലെ വയറും പൊക്കിളും നല്ല അടിപൊളിയായി കാണാം. പൊക്കിളിന് താഴെ നനുത്ത ചെമ്പൻ രോമങ്ങൾ. അത് കണ്ട് എനിക്ക് രോമാഞ്ചം വന്നു. അവൾ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഒരു വട്ടം കൂടി താങ്ക്സ് പറഞ്ഞു. അതിനിടയിൽ അവളുടെ വയറിൽ തൊടാൻ ഞാൻ മറന്നില്ല. എനിക്ക് നല്ല മിനുസമുള്ളതായി അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് അവൾ പോയി ഡ്രസ്സ് മാറി വന്നു. അമ്മ പറഞ്ഞു, 2 കൂടെ ഒഴിക്കടാ, നല്ല മൂഡ്. അങ്ങനെ കുപ്പിയിൽ നിന്നും 2 വീതം പെഗ് എല്ലാവരും കഴിച്ചു. അനിയത്തിയുടെ 2 ബിയറും കഴിഞ്ഞു. എന്നിട്ട് ആൻറ്റി അമ്മയുടെ ഡ്രസ്സ് എടുത്തു. എനിക്കെന്താടി നീ വാങ്ങിയേ? ആൻറ്റി കവറ് അമ്മയ്ക്ക് നൽകി. അമ്മ തുറന്നു നോക്കി. 2 ലേസ് മോഡൽ, പിന്നെ നൈറ്റ് ഡ്രസ്സ്. വാടി, നമുക്ക് പോയി ഉടുത്തിട്ട് വരാം, എൻ്റെ വിട്ട് നോക്കാം. 2 പേരും റൂമിൽ പോയി. 2 പേരും ഉടുത്തിട്ട് വന്നു. അത് കണ്ട് എൻ്റെ കിളി പോയി. വാ അടയ്ക്ക് മോനെ, ഈച്ച കയറും, ആൻറ്റി പറയുന്ന കേട്ട് എല്ലാവരും ചിരിച്ചു. ആൻറ്റി ഉടുത്തിരിക്കുന്നത് ഒരു ചുവപ്പിൽ കറുത്ത നിറമുള്ള നെറ്റ് ടോപ്പ്, തുടവരെയുള്ളത്, ഷോൾഡർ വള്ളി പോലെ, കഴുത്ത് നല്ലോണം ഇറങ്ങിയത്, അതിനു മുകളിൽ ഗൗൺ,
കക്ഷവും തുടയും നല്ലോണം കാണാം. അതേപോലെ തന്നെ അമ്മയുടെയും നിറം വെള്ളയും കറുപ്പും. അമ്മയ്ക്കാണ് ഭംഗി. അമ്മ പറഞ്ഞു, എൻ്റെ മോൻ എന്തായാലും സെലക്ഷൻ സെൻസ് ഉണ്ട്, എല്ലാം അടിപൊളിയാ. ആൻറ്റി ചോദിച്ചു, ഞങ്ങൾ ആരാ ഇതിൽ ഏറ്റവും സുന്ദരി? നിങ്ങൾ പറ. അമ്മ തന്നെ എന്ന് ചേച്ചി. അല്ല ആൻറ്റിയാ എന്ന് അനിയത്തി. ഓ, ഇപ്പോൾ രണ്ടാൾക്കും ഓരോ വോട്ട് കിട്ടി. ഇനി മോൻ്റെ വോട്ടാണ് നിർണായകം. മോനെ നീ പറ. രണ്ടാളും എനിക്ക് ഒരുപോലെയാ, പക്ഷെ പറഞ്ഞാൽ എനിക്ക് എന്താ തരിക? നിനക്ക് ഞാൻ 10,000 രൂപ പോക്കറ്റ് മണിയായിട്ട് തരാം, ആൻറ്റി പറഞ്ഞു. അമ്മയോ? അമ്മയൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാം. ഷോ, ഞാനും തരാം, ആൻറ്റിയും പറഞ്ഞു. അത് പറ്റില്ല, ആദ്യം പറഞ്ഞത് മാത്രമേ എടുക്കൂ എന്ന് അനിയത്തി. അതെ അതെ പറയടാ എന്ന് ചേച്ചി. അത് അമ്മ തന്നെ. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്നു. വരവ് കണ്ട അറിയാം ഒരുവിധം പൂസായി എന്ന്. എൻ്റെ തോളിൽ കൂടി കെട്ടിപ്പിടിച്ചു. ചുണ്ടുകൊണ്ട് എൻ്റെ മുഖത്തിന് നേരെ വന്നപ്പോൾ ഞാനും ചുണ്ടുകൊണ്ടെടുത്തു. അമ്മ എൻ്റെ താടിയിൽ പിടിച്ച് തല ചെരിച്ച് കവിളിലൊരു ഉമ്മ തന്നു. അയ്യേ, എന്നാ കവിളിൽ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ തല ചെരിച്ച് മറ്റേ കവിള് കൂടി കാട്ടി. അതിനിടയിൽ ഞങ്ങൾ 2 കൈകൊണ്ടും അമ്മയുടെ വയറിലൂടെ കെട്ടിപ്പിടിച്ച് എന്നിലേക്ക് അടുപ്പിച്ചു. ഇപ്പോൾ അമ്മയുടെ നെഞ്ച് എൻ്റെ നെഞ്ചിലേക്ക് അമർന്നു. അപ്പോൾ അമ്മയുടെ മുഖം ചുവന്ന് തുടിച്ച് കണ്ണുകൾ വിടർന്ന് പകുതി അടഞ്ഞു. എന്നിട്ട് എനിക്ക് മറ്റേ കവിളിൽ ഉമ്മ തന്നു. ആ ഉമ്മ ആർത്തിയുള്ള ചുംബനം പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എന്നിട്ട് എൻ്റെ തല താഴ്ത്തി നെറ്റിയിൽ ഉമ്മ തന്നു. മതി, അമ്മ പറഞ്ഞു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ അമ്മയിൽ നിന്നും അകന്നു മാറി. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അയ്യേ, ഞാനാണെങ്കിൽ നിനക്കിപ്പോൾ ഒരു ഫ്രഞ്ച് കിസ് കിട്ടിയേനെ. അത് അടുത്ത വട്ടം നോക്കാം ആൻറ്റി. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്പടാ കൊള്ളാല്ല പൂതി. ആ, എല്ലാവരും നൈറ്റ് ഡ്രസ്സ് ഉറങ്ങാൻ നേരം ഇട്ടാൽ മതി. ഇനി ഞങ്ങൾ ഡ്രസ്സ് മാറി വരാം, എന്നിട്ട് അത്താഴം കഴിക്കാം. അത്താഴം കഴിഞ്ഞ ഉടനെ ഞാൻ കിടക്കാൻ പോകാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് ഓടി. ഇന്നത്തെ ഫാഷൻ ഷോ കണ്ട് എൻ്റെ പിടിവിട്ടു പോയിട്ട് കുറേ നേരമായി. പരിഹാരക്രിയ ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ വേഗം റൂമിൽ കയറിയത്. ചെന്ന പാടെ തയ്യാറെടുപ്പ് തുടങ്ങി. പെട്ടെന്നാണ് ആൻറ്റി റൂമിൽ വന്നത്. ധൃതി കാരണം റൂം ലോക്ക് ചെയ്യാൻ മറന്നുപോയി. എല്ലാം ആൻറ്റി കണ്ടു. ആ, ഇതിനല്ലേ വേഗം റൂമിൽ കയറിയത്. നടക്കട്ടെ, ഞാനൊരു ഗുഡ് നൈറ്റ് പറയാൻ വന്നതാ. പിന്നെ നമുക്ക് നാളെ എൻ്റെ ഓഫീസ് വരെ പോകണം. അവിടെ 1-2 ഫയൽ എടുക്കാനുണ്ട്. നീ ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ വാ, നേരത്തെ ബസ്സിൽ പോകാം. ഞാൻ കുറേ നാളായി ബസ്സിൽ പോയിട്ട്. ഞാൻ ചമ്മിയ മുഖത്തോടെ പറഞ്ഞു, വരാം ആൻറ്റി. ആ, തുടങ്ങിയ ജോലി നിർത്തണ്ട, ഞാൻ പോണു. ആ വാതിലങ്ങ് അടച്ചേക്ക്, ആരും കണ്ട് പേടിക്കണ്ട. എൻ്റെ എല്ലാ മൂടും പോയി. ഞാൻ തലയാട്ടി. പിറ്റേ ദിവസം 9 മണിയായി എണീക്കാൻ. എണീറ്റ് താഴെ വന്നപ്പോൾ ആൻറ്റി ചോദിച്ചു, എന്താടാ വൈകിയേ? നല്ല ക്ഷീണമുണ്ടല്ലോ മുഖത്ത്. ഞാൻ ഒളി കണ്ടിട്ട് ആൻറ്റിയെ നോക്കി. അത് ഇന്നലെ കുടിച്ചേൻ്റെ ആവും. അല്ല, നിങ്ങൾ ഇന്ന് പോകുന്നില്ലേ എന്ന് അമ്മ ചോദിച്ചു. ആ, ഇവൻ ഇപ്പോഴല്ലേ എണീറ്റത്. വേഗം പോയി ഫ്രഷായി വാ, നമുക്ക് പോകാം. ഞാൻ പോയി കുളിച്ച് പാൻറ്റും ടീഷർട്ടും ഇട്ട് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ആൻറ്റി ഡ്രസ്സ് മാറി വന്നു. അമ്മ ചോദിച്ചു, എപ്പോഴാണ് തിരിച്ചു വരുന്നേ? അത് 4 മണി ആകുമ്പോഴേക്കും വരുവടി. ആൻറ്റി ടോപ്പും ലെഗിൻസുമാണ് ഇട്ടേക്കുന്നത്. ലെഗിൻസിൻ്റെ അരയിലെ ഇലാസ്റ്റിക് വരെ ടോപ്പിൻ്റെ വെട്ടിലൂടെ കാണാം. കൈ പൊന്തിച്ചാൽ വയറും കാണാം. ഞങ്ങൾ അങ്ങനെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറി. നേരം വൈകിയത് കൊണ്ട് ബസ്സിൽ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ബസ്സിൻ്റെ പിറകിലൂടെ കയറി. എൻ്റെ മുന്നിലാണ് ആൻറ്റി കയറിയത്. ഞങ്ങൾ തമ്മിൽ ഒരു 2 അടിയുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞതും ആളുകൾ കൂടി. ഞാനും ആൻറ്റിയും തൊട്ടില്ല എന്ന രീതിയിലായി. ആൻറ്റിയുടെ ആ നിൽപ്പ് കണ്ട് എൻ്റെ പിടി വിടാൻ തുടങ്ങി. ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ ഞാൻ ആൻറ്റിയുടെ പിന്നിൽ ചെന്നിടിച്ചു. ഞാൻ പെട്ടെന്ന് പിറകിലേക്ക് മാറി.
അങ്ങനെ 1-2 തവണ ആയപ്പോൾ ആൻറ്റി തിരിഞ്ഞു നോക്കി. സ്ഥലമില്ലെങ്കിൽ ഇങ്ങോട്ട് ചേർന്ന് നിന്നോടാ. ഞാൻ പതുക്കെ ചുറ്റും നോക്കി. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി ചേർന്ന് നിന്നു. ബസ്സിൻ്റെ താളത്തിനനുസരിച്ച് ഞാൻ ചില താളമൊക്കെ ഇട്ടു. കുറച്ച് കഴിഞ്ഞ് ആൻറ്റി അറിയാത്ത പോലെ തിരിഞ്ഞു നോക്കി. എന്നെ നീ പഞ്ഞിക്കിടുവോ എന്ന് ആൻറ്റി ചോദിച്ചു. തീരെ സ്ഥലമില്ലാത്ത കൊണ്ടാ, പിന്നെ പുറകിൽ നിന്ന് ആരോ തള്ളുന്നുണ്ട്. ആൻറ്റി മൂളി. കുറച്ച് കഴിഞ്ഞ് ആൻറ്റി പുറകോട്ട് തള്ളി വരുന്നതായി തോന്നി. ആൻറ്റിക്ക് മൂടായി എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ചുറ്റും നോക്കി. ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി ഞാൻ ആൻറ്റിയോട് ചേർന്ന് നിന്നു. കുറച്ച് സമയം കൊണ്ട് എനിക്ക് ആൻറ്റി ഗ്രീൻ സിഗ്നൽ തന്നു തുടങ്ങി. ഞാൻ ആ അവസരം നന്നായി മുതലെടുത്തു. കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്ന് ആൻറ്റി മെല്ലെ മുന്നിലേക്ക് നീങ്ങി എന്നെ നോക്കി. അപ്പോൾ ആൻറ്റിയുടെ കണ്ണുകൾ വിടർന്നിരുന്നു. ചുണ്ടിലൊരു ചെറു പുഞ്ചിരി. പിന്നെ ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലമെത്തി. ഞങ്ങൾ ബസ്സിൽ നിന്നും ഇറങ്ങി. ഓഫീസിന് മുന്നിൽ തന്നെയാണ് ബസ് നിർത്തിയത്. ഓഫീസിലെത്തിയ ശേഷം ആൻറ്റി എന്നെ പുറത്ത് നിർത്തി ഉള്ളിലേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു. എടാ, നമ്മൾ എടുക്കാമെന്ന ഫയല് നമ്മൾ നേരം വൈകിയ കൊണ്ട് വേറൊരാൾ കൊണ്ടുപോയേക്കാ. നാളെ കിട്ടൂ. അയ്യോ, അപ്പോൾ നാളെയും വരേണ്ടി വരുമോ? അതെ, നിൻ്റെ ഉറക്കമെല്ലാം കുളവാക്കിയത്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? നാളെ വരണം. അങ്ങനെ നമ്മൾ തിരിച്ചു പോയി. വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. രാത്രിയായി. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൻറ്റി എൻ്റെ റൂമിലേക്ക് വന്നു. ഇന്നലെ മേടിച്ച നെറ്റ് മോഡൽ നൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ട്. എന്താടാ, ഉറങ്ങിയില്ലേ? ഇന്നലത്തെ പണി തന്നെയാണോ ഇന്നും? അയ്യോ അല്ല ആൻറ്റി, നാളെ നേരത്തെ പോകണ്ടേ, അതുകൊണ്ട് ഉറങ്ങാം എന്ന് കരുതി. ഇതെല്ലാം പറയുമ്പോൾ ആൻറ്റിയുടെ നൈറ്റിക്ക് പുറത്തുള്ള മുഴുപ്പിൽ നോക്കുകയായിരുന്നു ഞാൻ. നീ എവിടാ ശ്രദ്ധിക്കുന്നേ? മുമ്പ് കാണാത്ത പോലെ. ഇല്ല ആൻറ്റി, കണ്ടിട്ടില്ല. എങ്ങനെ? ഇങ്ങനെ? ഈ നൈറ്റിയിലോ? അല്ല പിന്നെ? നൈറ്റി ഇല്ലാതെ. ഞാൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ആൻറ്റി ഒന്ന് മൂളിയതിന് ശേഷം, അമ്പടാ, നിനക്ക് കാണണോ? അത്രയ്ക്ക് ആഗ്രഹമുണ്ടോ? ഇതുവരെയും ഒരു പെണ്ണിനെയും ശരിക്ക് കാണേണ്ട പോലെ കണ്ടിട്ടില്ലേ? ഇല്ല ആൻറ്റി, നല്ല ആഗ്രഹമുണ്ട്. വീഡിയോസ് വല്ലതും? ഞാൻ കാണാറില്ല എന്ന് ഞാൻ നുണ പറഞ്ഞു. അപ്പോൾ ബസ്സിൽ വെച്ച് കാട്ടിക്കൂട്ടിയതോ? അതങ്ങനെ ആയപ്പോൾ അറിയാതെ വന്നതാ. അപ്പോൾ ഇന്നലെ രാത്രി ചെയ്തതോ? അത് ഞാൻ ചില കഥകൾ വായിക്കും. ഓക്കെ, ശരി, നിൻ്റെ ആഗ്രഹമല്ലേ, ഞാൻ കാണിച്ചു തരാം. പക്ഷെ വേറൊന്നുമില്ല. മതി ആൻറ്റി, എല്ലാം ആൻറ്റി പറയുന്ന പോലെ. ആരോടും പറയരുത്. എൻ്റെ മോനെപ്പോലാണ് മോൻ. വേറെ ആരെങ്കിലും അറിഞ്ഞാൽ മരിച്ചാൽ മതി. എന്നാലും നിൻ്റെ ഒരു ആഗ്രഹമല്ലേ, സാധിച്ചു തരാം. ആദ്യം പ്രോമിസ് ചെയ്യ്, ആരോടും പറയില്ലെന്ന്. ഞാൻ സകല ദൈവങ്ങളെയും വെച്ച് സത്യം ചെയ്തു. നീ ആ കസേരയിൽ ഇരിക്കേ, ആൻറ്റി പറഞ്ഞു. ഞാൻ കട്ടിലിനടുത്തുള്ള കസേരയിലിരുന്നു. എന്നിട്ട് ആൻറ്റി ചെറുനാണത്തോടെ പതിയെ നൈറ്റി തലവഴി ഊരി. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനുണ്ടടാ, കൊള്ളാവോ? സൂപ്പറാണ് ആൻറ്റി, എൻ്റെ കൺട്രോള് പോകുന്നു. അത് നിൻ്റെ പാൻറ് കണ്ടാൽ തന്നെ അറിയാം. ആൻറ്റീനെ ഒന്ന് തൊട്ടോട്ടെ? ഇല്ലില്ല, കാണൽ മാത്രമേ ഉള്ളൂ. ഷോ, എന്നാൽ എനിക്കെല്ലാം കാണണം. ആൻറ്റി അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. പക്ഷേ ആൻറ്റി വാക്ക് തെറ്റിച്ചു. കാഴ്ച മാത്രമല്ല പിന്നീട് നടന്നത്, ചില പ്രവൃത്തികളും നടന്നു. ആൻറ്റി എന്നെ ചിലതൊക്കെ പഠിപ്പിക്കുക കൂടെ ചെയ്ത്. ശേഷം കുറച്ചു നേരം ആൻറ്റി എൻ്റെ മേലെ കിടന്നു. ഇത്രയും സുഖം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല മോനു. ഇനി എന്നും ഈ സുഖം എനിക്ക് വേണം. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്? എല്ലാം പഠിച്ചില്ലേ? ഡിവോഴ്സ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ. എനിക്കും ഇഷ്ടമായി ആൻറ്റി. ഞാൻ ആൻറ്റിയുടെ ചുണ്ടിൽ ചുംബിച്ചു. ഒരു ദിവസം നീ എൻ്റെ വീട്ടിലേക്ക് വാ, കുറച്ച് ദിവസം അവിടെ നിൽക്കാം. അപ്പോൾ നിനക്ക് ഞാൻ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഉറപ്പായും വരും. ഇപ്പോൾ നമുക്ക് ഉറങ്ങാം, നാളെ വേഗം പോകാനുള്ളതാ. ആൻറ്റി എന്നെ കെട്ടിപ്പിടിച്ചു. കാലുകൾ പരസ്പരം പിണഞ്ഞു കിടന്നു. എനിക്ക് നല്ല ചൂട് അനുഭവപ്പെട്ടു. ഞങ്ങൾ ഒരു കമിതാക്കളെ പോലെ ബെഡിൽ കെട്ടിപ്പിടിച്ച് കിടന്നു. കുറച്ച് കഴിഞ്ഞ്
ആൻറ്റി എണീറ്റ് അവരുടെ റൂമിലേക്ക് പോയി. ഞാൻ ഉറക്കത്തിലേക്കും. അപ്പോൾ ഈ സ്റ്റോറിക്ക് ഒരു സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഉണ്ട്. അപ്പം അതൊക്കെ കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അടുത്ത 2 പാർട്ടും ഇട്ടേക്കാം. അപ്പോൾ വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.